ഹായ് ഓൾ. അപ്പം നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് പ്രോബ്ലം 2.13 ആണ്. പ്രോബ്ലം വായിക്കാം. ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് എ ഡിസ്റ്റൻസ് എസ് ഫ്രം ആൻ ഇൻഫിനിറ്റി ലോങ് സ്ട്രെയിറ്റ് വയർ. ദാറ്റ് വയർ ക്യാരീസ് എ യൂണിഫോം ലൈൻ ചാർജ് ലാംഡ. കമ്പയർ ഇക്വേഷൻ 2.9. ഇക്വേഷൻ 2.9 എന്ന് പറയുന്നത് E is equal to 1 by 4 pi epsilon 0 2 lambda by Z ആണ്. So consider a straight wire and consider a cylindrical symmetry. അപ്പം ഈ സ്ട്രെയിറ്റ് വയറിൻ്റെ രണ്ടറ്റങ്ങളിലും ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. അതിനാൽ നമ്മൾ സിലിണ്ടറിക്കൽ ഗേഷ്യസ് സർഫസ് ഓഫ് എ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് E is equal to ES S cap ആണ്. The S is direction. ഇതാണ് അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. സോ ദ ഇലക്ട്രിക് ഫീൽഡ് സിലിണ്ടറിൽ വരുമ്പോൾ ഒരെണ്ണം ഇങ്ങോട്ടും ഒരെണ്ണം ഇങ്ങോട്ടും ആൻഡ് അനദർ വൺ ഈസ് ഇങ്ങോട്ടുമായിരിക്കും. സോ ദിസ് ഈസ് ദ ലെങ്ത്. അപ്പോൾ ഡയറക്ഷൻ ഓഫ് ദ സിലിണ്ടർ എന്ന് പറയുന്നത് വൺ ഈസ് DA1 ആൻഡ് ദിസ് ഈസ് DA2 ആൻഡ് ദിസ് ഈസ് DA3. So according to the gaseous law, integral E dot dA is equal to integral E dot dA1 plus integral E dot dA2 plus integral E dot dA3. ഇതാണ് 1 and 2 and 3. ഈ സിലിണ്ടർ എക്സ് ഡയറക്ഷനിലായതുകൊണ്ട് ഇക്വേഷൻ 2 and 3 ബിക്കം 0 ആയിപ്പോവും. ഇത് ക്യാൻസലായി ഇതെന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ ഇൻ്റഗ്രൽ EDA1 is equal to E of integral DA, that is EA. A is the total area. So A is the total area. A is equal to 2 pi SL. So the equation E is equal to 2 pi SL is equal to Q enclosed by epsilon 0. The Q enclosed is equal to ഈ വയറിന്റെ യൂണിഫോം ലൈൻ ചാർജ് എന്ന് പറയുന്നത് ലാംഡയാണ്. ലാംഡ ഇസ് ഇക്വൽ ടു ക്യൂ എൻക്ലോസ് ബൈ എൽ ആണ്. സോ ക്യൂ എൻക്ലോസ് ഇസ് ഇക്വൽ ടു ലാംഡ എൽ. സോ ദ ഇക്വേഷൻ ഇ ഇസ് ഇക്വൽ ടു 2 പൈ എസ് എൽ ഈക്വൽ ടു ലാംഡ എൽ ബൈ എപ്സിലോൺ 0. രണ്ട് എല്ലും ക്യാൻസൽ ആയി പോകും. അപ്പോൾ നമ്മുടെ ഇലക്ട്രിക്കൽ ഫീൽഡ് റിസൾട്ടിംഗ് ഇലക്ട്രിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത് E is equal to ലാംഡ ബൈ 2 പൈ എപ്സിലോൺ 0 S ആണ്. ഇത് ഈക്വൽ ആണ് 1 ബൈ 4 പൈ എപ്സിലോൺ 0 2 ലാംഡ ബൈ Z, അതായത് നമ്മുടെ ഇക്വേഷൻ 2.9. സോ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ E is equal to ലാംഡ ബൈ 2 പൈ എപ്സിലോൺ 0 S ഇൻറ്റു എക്സ് ക്യാപ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്.